ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് കുണ്ടമൻ കടവ് എന്ന സ്ഥലത്താണ്. കുണ്ടംകടവിന് സമീപമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷമാണ്. കുണ്ടംകടവിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ്. ചുറ്റുപാടൊക്കെ തന്നെ വേറെയും വീടുകൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിട്ട് വേറൊരു വീടും കംപ്ലീറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ വീട്ടിൽ എത്താൻ സാധിക്കുന്ന ടൈപ്പിൽ ഉള്ളൊരു വീടാണ്. പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് എക്സ്റ്റീരിയർ നല്ല ലുക്കിൽ അട്രാക്ഷൻ കിട്ടുന്ന ടൈപ്പിലുള്ളൊരു വീടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷം വരുന്നത്, ഈ ഒരു വീട് 5 സെൻറ്റിലാണ് ഇരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റിലാണ്. 4 BHK ആണ് ഈ ഒരു വീട് വരുന്നത്. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് പൈപ്പ് കണക്ഷനും ഉണ്ട്, കൂടാതെ കിണറും അവൈലബിൾ ആണ്. നമുക്ക് വീടിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കിണർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ കണക്ഷൻ വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കിണർ വരുന്നത്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കവേർഡ് പാർക്കിംഗ് വരുന്നത്. കൂടാതെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഏജിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 10x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ഇവിടുത്തെ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാൾ ടൈലും, പിന്നെ കൂടാതെ നമുക്ക് ഇവിടുന്നാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് വരുന്നത്. നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള തേക്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു 20x20 ഡയമെൻഷനുള്ള ഒരു വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം ബോർഡും PVC വാൾ ടൈലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്കിവിടെ ഡ്രോ ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ തീം ഡ്രോ ചെയ്തിട്ടുള്ള ഒരു കിടില ഒരു പിക്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. 20x20 നേരത്തെ പറഞ്ഞ പോലെ. കൂടാതെ നമുക്കിവിടെ മുകളിലായിട്ട് നമ്മൾ സീലിംഗ് വർക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്കിവിടെ കർട്ടനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ചുമരിലെല്ലാം കർട്ടനും ബാക്കി സംഭവങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്കിവിടെ DB യൂണിറ്റ് വരുന്നത്. 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡൈനിങ് ഏരിയയും നമുക്ക് വാഷ് ബേസിൻ കൗണ്ടറൊക്കെ വരുന്നത്. നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ 12x10 ഡയമെൻഷനിൽ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ്. നമുക്കൊരു വെറൈറ്റി ലുക്കിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൈഡിലായിട്ടൊരു കർട്ടനൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് അതിൻ്റെ വാഷിംഗ് യൂണിറ്റൊക്കെ വരുന്നത്. ഒരു മിററും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം PVCയിലുള്ള മെറ്റീരിയലാണ് നമുക്കിവിടെ സൈഡ് വാളിലൊക്കെ വരുന്നത്. താഴെയായിട്ട് ഇവിടെ ഡ്രോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ ഇതാണ് വരുന്നത്. ഇവിടെ നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് കർട്ടനൊക്കെ വേണമെങ്കിലും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വിശേഷം. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഈ ഒരു വ്യൂ വരുന്നത് ലിവിങ് ഏരിയ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചണിൽ പോകാം. 14x12 ഡയമെൻഷനിലുള്ള ഒരു ഓപ്പൺ കിച്ചനാണ്. ഓപ്പൺ കിച്ചന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ 14x12 ഡയമെൻഷനിലാണ് നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ അലുമിനിയമാണ് നമുക്കിവിടെ മെറ്റീരിയൽ യൂസിട്ടുള്ളത്. ഇതാണ് ഓപ്പൺ കിച്ചണായിട്ട് വരുന്നത് നമുക്കിവിടെ.
താഴെ നമുക്ക് ഗ്രിപ്പുള്ള ടൈപ്പ് ടെയിലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വാഷ് ബേസിൻ കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ യൂണിറ്റ് എല്ലാം നമുക്ക് പല പല സ്ഥലത്തായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്, അങ്ങനെ പല പല സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുള്ള കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കബോർഡ് വർക്കിലേക്ക് നമുക്ക് ധാരാളം സ്പേസ് ഒക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ നമുക്ക് കിച്ചണിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് കബോർഡ് വർക്കെല്ലാം വരുന്നത്. നല്ലൊരു കിച്ചൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചണിൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ബാക്കി 3 ബെഡ്റൂം നമുക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂമിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് 15x12 ഡൈമെൻഷൻ വരുന്നത്. സൈഡിലായിട്ട് 2 കർട്ടനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്ക് നമുക്ക് പ്രൊഫൈൽ ചാനൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു വാൾഡ്രോബ്സാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കബോർഡ് വരുന്നത്. അപ്പോൾ റൂമിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു രീതിക്കാണ് വരുന്നത്. നല്ല സ്പേസ് ഉള്ളൊരു റൂമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം കൂടെ നോക്കാം. നമുക്കൊരു PVC ഡോറിൽ ആണ് ഇവിടെ ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമിന് നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ സൈഡിലായിട്ടൊരു ഗ്ലാസും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കിപ്പോൾ ഒരു വലിയൊരു ലിവിങ് ഏരിയ, പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, പിന്നെ ഒരു ഈ ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു റൂം, അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് പോകേണ്ടത് ഈ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് പോകേണ്ടത്. പോകുന്ന സൈഡിലായിട്ട് നമുക്ക് വാൾ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ മുകളിൽ സ്റ്റെയർ കയറാനായിട്ട് ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ വാൾ ആർട്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലോട്ട് നമുക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ വരുന്ന ഹാൻഡിൽസ് എല്ലാം തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കുള്ള വ്യൂ വരുന്നത്. ഫുള്ള് സ്പോട്ട് ലൈറ്റ് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ട് നല്ലൊരു പ്രകാശം നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ വരുന്നത്. ഇപ്പോൾ ഒരു L ഷേപ്പിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. 20x20 ഡൈമെൻഷൻ വരുന്നത്. നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു താഴെ നിന്ന് ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് ഇങ്ങനെയാണ് നമുക്ക് വന്നത്. സ്റ്റെയർ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ലിവിങ് ഏരിയയിലോട്ട് നമ്മൾ വന്ന് ചേരും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 20x20 ഡൈമെൻഷനിലുള്ള ഒരു L ഷേപ്പിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ വരുന്നത്. PVC ടൈപ്പ് മെറ്റീരിയലാണ് നമുക്കിവിടെ വാളിൽ വരുന്നത്. പിന്നെ ഇവിടെ കബോർഡ് വർക്കും താഴെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ആർട്ട് വർക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങൊക്കെയാണ് നമുക്ക് മുകളിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് താഴെയിട്ട് നോക്കാനാകുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന ലിവിങ് ഏരിയ, നമുക്ക് ലിവിങ് ഏരിയയുടെ TV യൂണിറ്റൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ ആണ് വരുന്നത്. ഓക്കെ, ബാക്കി 3 ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെയും, ഒരു ബെഡ്റൂം അവിടെയും, ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു സൈഡിൽ, അങ്ങനെയാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 16x14 ഡൈമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ആദ്യം ഈ കാണാൻ സാധിക്കുന്നത്. 2 സൈഡിലും നമുക്ക് കർട്ടനൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ വിശേഷം വരുന്നത്. പിന്നെ നമുക്കിവിടെ ഇവിടുത്തെ
ബാത്റൂമും കൂടെ ഒന്ന് കാണാം. നമുക്ക് അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കാണാം. PVC ഡോർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഗ്രിപ്പ് ടൈപ്പ് ടൈൽ കിട്ടിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു മിറർ വർക്കും അതേപോലെ വാഷ് ബേസിനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ പോകാം. നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 14x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് മുകളിൽ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ തീമിൽ സ്പോട്ട് ലൈറ്റിംഗ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഒരു വലിയൊരു വാൾ ട്രൂപ്സ് കൊടുത്തിട്ടുണ്ട്. മിററും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിന്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മുകളിൽ വരെ നമുക്ക് ടൈൽ വരുന്നുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് മിററും ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അവസാനത്തെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ കാണാം. നമുക്കൊരു ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ലാസ്റ്റത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും 16x14 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. സ്പോട്ട് ലൈറ്റിംഗ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നമുക്ക് വാൾ റൂപ്സും ഒരു വലിയൊരു മിററാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, വലിയ ടൈപ്പ് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കബോർഡ് വർക്കെല്ലാം ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ ആയിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഇതാണ് നമുക്കിവിടുത്തെ ബാത്റൂം വരുന്നത്. താഴെ ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു മിററും, കൂടാതെ ഇവിടെ ആയിട്ടൊരു മിററും ഗ്ലാസ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ വരുന്നത്. 10x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. 10x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെയെല്ലാം വേറെ വീടുകളുടെ വർക്കൊക്കെ നടക്കുകയാണ്. റോഡൊക്കെ തന്നെ നല്ല വിശാലമായിട്ട് റോഡാണ്, ടാർ ചെയ്യും. പിന്നെ നമുക്ക് ഇതാണ് ബാൽക്കണി ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ആസ്കിങ് പ്രൈസാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് 1,30,00,000 ആസ്കിങ് പ്രൈസ് വരുന്നത്. അത് നെഗോഷ്യബിളാണ്, നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്ന് വീട് കണ്ടതിന് ശേഷം വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾ ലോണിനാണ് നോക്കുന്നതെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ലോണും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും വീട് വയ്ക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പം വേറെ ആണ് നിങ്ങൾ വീട് നോക്കുന്നത്, കുറഞ്ഞ ലോ ബഡ്ജറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതായാലും നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ളൊരു വീട് നമ്മുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള വീട് കിട്ടും. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.